ഹലോ ഡിയേഴ്സ്, ഗുഡ് മോർണിംഗ്. വെൽക്കം ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് നമ്മൾ +2 കമ്മ്യൂണിക്കേറ്റീവ് ഇംഗ്ലീഷിന്റെ സെക്കൻഡ് യൂണിറ്റ് മേക്ക് എ ഡിഫറൻസ് എന്ന് പറയുന്ന ആ ഒരു യൂണിറ്റ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. സോ ദിസ് ഇസ് വെരി ഇമ്പോർട്ടൻറ്റ്. ഒരുപാട് ക്വസ്റ്റ്യൻസ് ചോദിക്കുന്ന ഒരു യൂണിറ്റ് ആണ് ഈ മേക്ക് എ ഡിഫറൻസ് എന്ന് പറയുന്ന യൂണിറ്റ്. പ്രധാനമായും ഈ ഒരു യൂണിറ്റിനകത്ത് ഡിസ്കസ് ചെയ്യുന്നത് ഇഷ്യൂസ് റിലേറ്റഡ് ടു എൻവയോൺമെന്റ് ആണ്, അല്ലേ? അപ്പൊ ഇതിനകത്ത് ചോദിക്കുന്ന ചോദ്യം എന്താണെന്ന് അറിയുന്നത് നിങ്ങൾക്ക്? ആദ്യം ഒരു ചോദ്യം ചോദിക്കുന്നുണ്ടെങ്കിൽ റൈറ്റിംഗ് ക്യാപ്ഷൻസ് ആണ്. നമ്മൾ ആ ഒരു ടേക്കിംഗ് ലൈറ്റ് എന്ന് പറയുന്ന ആ ഒരു ലാസ്റ്റ് യൂണിറ്റിനകത്തും ക്യാപ്ഷൻ റിലേറ്റഡ് ആയിട്ട് ഒരു ചോദ്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഒരു ക്യാപ്ഷൻ, ഒരു പിക്ചർ തന്നിട്ട് നമുക്ക് അതിന് ക്യാപ്ഷൻ എഴുതാൻ വേണ്ടിയിട്ട് നമ്മളോട് പറയാം. ഓക്കെ, അപ്പൊ ആ ഒരു ക്വസ്റ്റ്യൻ നിങ്ങൾ എന്ത് ചെയ്യണം? അവിടെ പഠിച്ചിരിക്കണം. ദെൻ ഇവിടെ എന്താണ് എൻഡേഞ്ചേർഡ് സ്പീഷീസ്, അല്ലെ? സ്പീഷീസ് ദാറ്റ് ആർ ഇൻ ദ റിസ്ക് ഓഫ് എക്സ്റ്റിങ്ഷൻ. എന്താണ് എൻഡേഞ്ചേർഡ് സ്പീഷീസ് എന്നുള്ളത് ജസ്റ്റ് ഒന്ന് ഡിഫൈൻ ചെയ്യാൻ പഠിച്ചു വെക്കുക. പെർസസീവ് സ്പീച്ച് ഈ യൂണിറ്റിനകത്ത് പ്രധാനപ്പെട്ട ഒരു ടോപ്പിക്കാണ്. അപ്പോൾ ആ ഒരു സീരിയസ് കൺസേണോട് കൂടെ തന്നെ അത് പഠിക്കണം. ഞാൻ ചെറിയൊരു ഷോർട്ട് അതിനെ ബേസ് ചെയ്തിട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. പെർസസീവ് സ്പീച്ചിനകത്ത് ഈ എൻഡേഞ്ചേർഡ് സ്പീഷീസ്, ക്ലൈമറ്റ് ചേഞ്ച്, വേസ്റ്റ് മാനേജ്മെന്റ്, അഫോറസ്റ്റേഷൻ, വൈൽഡ് ലൈഫ് കൺസർവേഷൻ, ഈ ടോപ്പിക്സ് ഒക്കെ ചോദിക്കുന്നതാണ്. അപ്പൊ ആ ഒരു സംഗതി അവിടെ പഠിക്കുന്നത്. അതായത് എൻഡേഞ്ചേർഡ് സ്പീഷീസിന് എക്സാമ്പിൾസ് ആണ് ടൈഗർ, ജയന്റ് പാണ്ട ആൻഡ് റിനോ, ഗൊറില്ല. ഇത്രയും സാധനങ്ങളൊക്കെ എൻഡേഞ്ചേർഡ് സ്പീഷീസിന് ഉദാഹരണമാണെന്നുള്ളത് അറിയാമല്ലോ. പിന്നെ അതിന്റെ കോസസ് എന്തൊക്കെയാണ്, ഈ എക്സ്റ്റിങ്ഷനുള്ള കോസസ് എന്താണ് എന്ന കാര്യം നമ്മൾ അവിടെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ അത് ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കി വെക്കുക കേട്ടോ. ദെൻ അവിടെ ഈ ഒരു യൂണിറ്റിനകത്ത് കെകിൻ ധാരുവാലയുടെ ആ ഒരു ടൈഗറിന്റെ ചെറിയൊരു ഐഡിയ മനസ്സിലാക്കി വെക്കുന്നത് നല്ലതാണ്. ഡയറക്റ്റ് ആയി ക്വസ്റ്റ്യൻ വന്നതൊക്കെ കുറവാണ്, പക്ഷെ എന്നാലും ജസ്റ്റ് ഒരു ധാരണ ഉണ്ടാക്കി വെക്കുന്നത് നല്ലതാണ്. ഓക്കെ, സോ ദെൻ അപ്പൊ ആ ഒരു സംഗതി അവിടെ നിങ്ങൾ മനസ്സിലാക്കി വെക്കണേ. ദെൻ ഇത് കഴിഞ്ഞാൽ ന്യൂസ് പേപ്പർ റിപ്പോർട്ട് നമ്മളോട് ചോദിക്കാം, അല്ലെ? ന്യൂസ് പേപ്പർ റിപ്പോർട്ടിനകത്ത് നമ്മൾ പ്രോപ്പർ ആയിട്ടൊരു ഹെഡിങ് നമ്മൾ കൊടുക്കണം. നിങ്ങൾക്ക് അറിയാമെന്ന് കരുതുന്നു. ഇംഗ്ലീഷിനകത്ത് സിമ്പിൾ പ്രസന്റ് ടെൻസിലാണ് സാധാരണ ഈ ടൈറ്റിൽ കൊടുക്കാറുള്ളത്. ദെൻ ഒരു ടൈറ്റില്, ദെൻ ബൈ ലൈന്, ഡേറ്റ് ലൈന് എന്നുള്ളതും കൊടുക്കാം. ന്യൂസ് പേപ്പർ റിപ്പോർട്ടിന്റെ ലീഡിനകത്ത്, ലീഡ് എന്ന് പറഞ്ഞ ഇൻട്രോഡക്ടറി പാരഗ്രാഫ് ഓഫ് എ ന്യൂസ് പേപ്പർ റിപ്പോർട്ടാണ്. ആ ലീഡിനകത്ത് 5 W's എന്നുള്ള ആൻസേഴ്സ് ഉണ്ടായിരിക്കണം. ദെൻ ഒരു കറക്റ്റ് സീക്വൻസിൽ എന്ത് ചെയ്താൽ മതി? ആ ഒരു സംഗതികൾ അവിടെ ക്രോഡീകരിച്ചാൽ മതി. എൻഡിലേക്ക് എത്തുമ്പോൾ ഒരാള് അഭിപ്രായപ്പെട്ട രീതിയിൽ ഹി കമന്റഡ് എന്നുള്ള രൂപേണ അഭിപ്രായങ്ങളൊക്കെ വേണമെങ്കിൽ എന്ത് ചെയ്യാം? അവിടെ നിങ്ങൾക്ക് പറയാവുന്നതാണ്. ഇനി നമ്മളിവിടെ പഠിക്കുന്ന ഒരു സംഗതി ലീഫ്ലെറ്റ് ആണ്. ലീഫ്ലെറ്റ് ഇസ് എ സീരിയസ് കൺസേൺ. ലീഫ്ലെറ്റ് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് നമ്മളോട് പറയാറുണ്ട്. അപ്പൊ ഒരു ലീഫ്ലെറ്റിനകത്ത് നമ്മൾ എന്തൊക്കെ മനസ്സിലാക്കേണ്ടത് എന്നുള്ളത് ഞാൻ പറയും. മലയാളത്തിൽ ശരിക്കും ലീഫ്ലെറ്റ് എന്ന് പറഞ്ഞാൽ ലഘുലേഖയാണ്. So we can say that leaflet is a printed sheet of paper giving information or advertising something. Okay. അതിനെയാണ് നമ്മൾ ലീഫ്ലെറ്റ് എന്ന് പറയാം. ഒരു ലീഫ്ലെറ്റിന്റെ ഫീച്ചേഴ്സ് എന്ന് പറഞ്ഞാൽ ഏറ്റവും ഒരു അട്രാക്റ്റീവ് ആയിട്ടുള്ള ഒരു ടൈറ്റിൽ ലീഫ്ലെറ്റിന് ഉണ്ടായിരിക്കണം. Then you can use sub headings and you can use short paragraphs. Then numberings വേണമെങ്കിൽ കൊടുക്കാം, ബുള്ളറ്റ് പോയിന്റുകൾ കൊടുക്കാം. ഇങ്ങനെയുള്ള സ്റ്റാർ മാർക്സ്, ഇതുപോലെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അവിടെ യൂസ് ആക്കാവുന്നതാണ്. ഡിഫറെന്റ് സൈസിൽ, ഡിഫറെന്റ് ഫോണ്ടിലൊക്കെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? അവിടെ യൂസ് ആക്കാൻ പറ്റുന്നതാണ്. അപ്പൊ ശരിക്കും ഒരു അട്രാക്റ്റീവ് ആയിട്ടുള്ള രൂപേനെ ചെറിയൊരു അവയർനെസ് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ തയ്യാറാക്കുന്ന ഒരു ലഘുലേഖ. ഇനി സെക്കൻഡ് യൂണിറ്റിനകത്ത് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള 2 കാര്യങ്ങൾ ഇത് പഠിക്കാതെ നിങ്ങൾ പോകാൻ പാടില്ലേ. അതായത് ഇൻക്വയറി ലെറ്റർ ഓർ എൻക്വയറി ഇമെയിൽ, ഇൻവിറ്റേഷൻ ലെറ്റർ, ഇൻവിറ്റേഷൻ ഇമെയിൽ. ഈ 2 സാധനങ്ങൾ പഠിക്കാതെ നിങ്ങൾ പോകാൻ പാടില്ല. അതായത് നമ്മൾ ഏതെങ്കിലും ഒരു സ്ഥലം നമ്മൾ വിസിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് തീരുമാനിക്കുകയാണ്. അവിടുത്തെ കാര്യങ്ങൾ ഇൻക്വയറി ചെയ്തിട്ട് ഒരു ഇൻക്വയറി ലെറ്റർ എന്നുള്ള രൂപേണയോ ഒരു മെയിൽ എന്നുള്ള രൂപേണയോ നമ്മളോട് എക്സാമ്പിൾ ചോദിക്കാം. അതേപോലെ തന്നെ ഇൻവിറ്റേഷൻ ലെറ്റർ, ഇൻവിറ്റേഷൻ എൻക്വയറി ലെറ്റർ, ഈ 2 രൂപേണ ആ കണ്ടന്റ് ചോദിക്കാനുള്ള സാധ്യതയുണ്ട്. അതിനകത്ത് നമ്മൾ നോട്ട്സും കാര്യങ്ങളൊക്കെ ക്ലിയർ ആയി തന്നതാണ്. പഠിക്കാതെ പോകരുത്. ഇറ്റ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. ഓക്കെ, ആ ഒരു കാര്യം മനസ്സിലാക്കി വെക്കുക. അതല്ലാതെ ഈ യൂണിറ്റിനകത്ത് നമ്മൾ പറഞ്ഞ പെർസസീവ് സ്പീച്ച് റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. ഏതൊക്കെയാണ് ടോപ്പിക്സ് എന്നുള്ള കാര്യം നമ്മൾ അവിടെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ അതിനകത്തെ സാധാരണ ഒരു സ്പീച്ചിനകത്ത് നമ്മൾ ഫോളോ ചെയ്യുന്ന ആ ഫോമാറ്റ്സ് ഒക്കെ ജസ്റ്റ് ഒന്ന് ആ ഫോമാറ്റ് കൊടുക്കുക. ടോപ്പിക്കിനെ കുറിച്ച് ഒരു അറ്റ്ലീസ്റ്റ് ഒരു പാരഗ്രാഫെങ്കിലും നിങ്ങൾ ടോപ്പിക് റിലേറ്റഡ് ആയിട്ട് പഠിച്ചു വെക്കുക. എന്നിട്ട് അത് അതിലേക്ക് ആഡ് ചെയ്ത് കൊടുത്താൽ മതി. ഞാൻ റിപ്പീറ്റ് ചെയ്ത് പറയുന്നു, എൻഡേഞ്ചേർഡ് സ്പീഷീസ്
അതുപോലെ വൈൽഡ് ലൈഫ് കൺസർവേഷൻ, ദെൻ ക്ലൈമറ്റ് ചേഞ്ച്, വേസ്റ്റ് മാനേജ്മെന്റ്, ഈ അഫോറസ്റ്റേഷൻ റിലേറ്റഡ് ആയിട്ടുള്ള ചെറിയൊരു കണ്ടന്റ് ഒക്കെ പഠിച്ചു വെക്കുന്നത് നല്ലതാണ്. ഇതല്ലാതെ നമ്മൾ പെട്ടെന്നൊന്ന് പറഞ്ഞു പോവാം. എക്സാം ഇതിനകത്ത് നമ്മുടെ ഒരു ഹെൽത്ത് ഡ്രിങ്ക് നമ്മളോട് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പറയാം. അപ്പോൾ അവിടെ ഒരു ഏറ്റവും സിമ്പിളായി നിങ്ങൾക്ക് പറയാൻ പറ്റുന്ന, ഐ മീൻ എഴുതുമ്പോൾ തെറ്റാത്ത രീതിയിൽ സിമ്പിളായി പഠിക്കാൻ പറ്റുന്ന ഒരു ഹെൽത്ത് ഡ്രിങ്കിന്റെ റെസിപ്പി നിങ്ങൾ പഠിക്കണം. അതായത് സംഭാരോ ലെമണേഡോ അല്ലെങ്കിൽ റിലേറ്റഡ് ആയിട്ടുള്ള എന്തെങ്കിലും ഒരു കണ്ടന്റ് നിങ്ങൾ അവിടെ പഠിക്കണേ. സോ ആ ഒരു ക്വസ്റ്റ്യൻ അവിടെ അതിനകത്ത് ഉണ്ടാവും. ഹെൽത്ത് ഡ്രിങ്ക് റെസിപ്പി പഠിക്കാതെ നിങ്ങൾ പോകാൻ പാടില്ല. നെറ്റ് അഡിക്ഷൻ നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടാവണം കേട്ടോ. നെറ്റ് അഡിക്ഷൻ ഒരു സീരിയസ് കൺസേൺ ആണ്. ഫസ്റ്റ് യൂണിറ്റ് റിലേറ്റ് ചെയ്തിട്ടൊക്കെ വരാനുള്ള ഒരു സംഗതിയാണ്. നെറ്റ് അഡിക്ഷനും ചെറിയൊരു കണ്ടന്റ് അവിടെ പഠിക്കണം. സോ ദെൻ ഹെഡ്ലൈൻസ് കൊടുക്കാനുള്ള ഒരു ചോദ്യം എക്സാമിന് വരാറുണ്ട് അല്ലെ. ഒരു ന്യൂസ് പേപ്പർ റിപ്പോർട്ട്, ചെറിയൊരു ന്യൂസ് നമുക്ക് തന്നിട്ട് അതിനൊരു ഹെഡ്ലൈൻ കൊടുക്കാൻ വേണ്ടിയിട്ട് പറയാം. അപ്പൊ അത് ബ്രീഫ് ആക്കിയിട്ട് ഒരു ക്യാച്ചി ആയിട്ട് ഒരു ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള ഒരു ഹെഡ്ലൈൻ ആക്കിയിട്ട് എന്ത് ചെയ്താൽ മതി, നിങ്ങൾ അതിനെ മാറ്റിയാൽ മതി. പിന്നെ അവിടെ ഒരു കാർബണേറ്റഡ് സോഫ്റ്റ് ഡ്രിങ്ക് അല്ലെ, കാർബണേറ്റഡ് സോഫ്റ്റ് ഡ്രിങ്ക് റിലേറ്റഡ് ആയിട്ട് അതിന്റെ എഫക്ട്സ് എന്തൊക്കെയാണെന്നുള്ളതിനെ കുറിച്ച് നിങ്ങൾ പഠിക്കണം. അതൊരു സീരിയസ് ആയിട്ടുള്ള കേസാണ്. കാർബണേറ്റഡ് സോഫ്റ്റ് ഡ്രിങ്ക് അതിന് റിലേറ്റഡ് ആയിട്ടും ഒക്കെ ആയിരിക്കണം മേ ബി ലീഫ്ലെറ്റോ ഈ സാധനങ്ങളൊക്കെ ചോദിക്കാൻ. അപ്പൊ അതിന്റെ ഒരു ആഫ്റ്റർ എഫക്ട്സ് നമ്മൾ പറഞ്ഞിട്ടുണ്ടല്ലോ. അപ്പൊ ആ പറഞ്ഞ കാര്യങ്ങൾ എന്ത് ചെയ്യുക, കറക്റ്റ് ആയിട്ട് അവിടെ പഠിച്ചു വെക്കുക. ദെൻ ഇതിനകത്ത് നമ്മൾ ആ പറഞ്ഞ ഫ്രേസൽ വെർബ്സും കാര്യങ്ങളൊക്കെ ഉള്ളൂ, അതും കൂടെ പഠിച്ചു വെച്ച് കഴിഞ്ഞാൽ ഇറ്റ്സ് ഓവർ. ഓക്കെ, അപ്പൊ പറഞ്ഞ കാര്യങ്ങൾ ശ്രദ്ധിക്കുക. ലീഫ്ലെറ്റ്, പെർസുസീവ് സ്പീച്ച്, അതുപോലെ ഇൻക്വയറി ലെറ്റർ, ഇൻക്വയറി ഇമെയിൽ, ഇൻവിറ്റേഷൻ ലെറ്റർ, ഇൻവിറ്റേഷൻ ഇമെയിൽ, ദെൻ നമ്മൾ ഈ പറഞ്ഞ ഫ്രേസൽ വെർബ്സ്, ഒരു ഹെൽത്ത് ഡ്രിങ്കിന്റെ റെസിപ്പി, ഇതുപോലെയുള്ള കണ്ടന്റുകളൊക്കെ പഠിച്ചിട്ട് ധൈര്യത്തോടു കൂടി എക്സാമിനെ നേരിടുക. സോ സീ യു ഇൻ അനദർ വീഡിയോ. Till then, bye. Thank you.